അസ്സലാമലൈക്കും, നമസ്കാരം. ഞാൻ ഇടവേള റാഫിയാണ്. ഈ വിഷ്വൽ ഇങ്ങനെ കാണുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്കൊന്നും മനസ്സിലാവുന്നുണ്ടല്ലോ, പക്ഷേ ഞാൻ വിഷ്വലൊന്ന് പാൻ ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ വലിയ പിടുത്തം കിട്ടും നോക്കണേ. ഇതിൽ പിടുത്തം കിട്ടുന്നുണ്ടോ? സാധ്യത വളരെ കുറവാണ്. ഒരു 10-30 വർഷക്കാലം ഇങ്ങനെ പുറകോട്ട് ഇങ്ങനെ പോയാൽ ഒരു 90കളുടെ കാലഘട്ടത്തും അതിന് മുമ്പും 90 ശേഷമുള്ള കാലഘട്ടം നമുക്ക് ഏകദേശം ഒരു ധാരണയിൽ നമ്മൾ കണ്ടുപരിചയ എക്സ്പീരിയൻസ് കൊടുക്കും. 90 കാലഘട്ടങ്ങളിൽ ശേഷമുള്ള ഒരുപാട് കാലഘട്ടങ്ങൾക്ക് ഇവിടെ ഇതായിരുന്നു കുറ്റിപ്പുറത്തിൻ്റെ പഴയ പ്രഭാതവും ഐശ്വര്യമെല്ലാം ഉള്ള പഴയ റോഡാണ്. ഇത് പിന്നെ അറിയേണ്ടായിരിക്കും, അന്നത്തെ പോലീസ് സ്റ്റേഷനാണ് കുറ്റിപ്പുറത്തെ പോലീസ് സ്റ്റേഷൻ. 90-95 കാലങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് കുറ്റിപ്പുറം ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പോലീസ് സ്റ്റേഷനടുത്തുള്ള പള്ളി ഇതന്നൊരൊറ്റ 2 മുറിയായിട്ട് ചെറിയ 1-2 മുറികൾ മാത്രമുള്ള ഒരു ചെറിയൊരു നിസ്കാര പള്ളിയായിരുന്നു. ഇൻ്റർവെൽ സമയത്ത് നമസ്കരിക്കാനും വരുന്ന ഒരു പള്ളി. ഓക്കെ, ഇത് പോലീസ് സ്റ്റേഷനായിരുന്നു. ആ പോലീസ് സ്റ്റേഷൻ ഇവിടെ പൂട്ടക്കെട്ട് പൂട്ടി നമുക്ക് മുകളിലേക്ക് പോകാനോ കാണിച്ചു തരാൻ നിവൃത്തില്ല. ഇടിഞ്ഞു പൊടിഞ്ഞ് വിഴാരായൊരു കെട്ടിടം. കാരണം വെച്ചാൽ പണ്ടൊക്കെ വരുമ്പോൾ നമുക്ക് ഭയങ്കര പേടിയായിരുന്നു. നിസ്കരിക്കാനൊക്കെ നമ്മളിങ്ങനെ ഇടം കണ്ടിട്ട് നോക്കും. കാരണം വെച്ചാൽ വലിയ വയറ് ചാടി കൊമ്പം മീശുള്ള കുമ്പുള്ള പോലീസുകാർ, തടിച്ച് ഐറ്റും വൈറ്റൊക്കെ സൈസൊക്കെ ഉള്ള അമീശ കണ്ടാൽ തന്നെ ഒരു 2 ദിവസം പിന്നെ പേടിച്ചിരിക്കുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. അന്ന് പോലീസിൻ്റെ സ്റ്റൈൽ അതായിരുന്നു. 90കൾ കാലഘട്ടത്തിലൊക്കെ നമ്മൾ കാണുമ്പോൾ നമുക്ക് ഓർമ്മ വെക്കുന്നതൊക്കെ ആ കാലഘട്ടമായിരുന്നു. പിന്നെ കുറ്റിപ്പുറം സ്കൂളിൽ പഠിച്ചെടുക്കും കുറ്റിപ്പുറം ഹൈസ്കൂളിലുണ്ടായിരുന്ന ആളുകൾക്കൊക്കെ അറിയുന്നൊരു ഏരിയയാണിത്. അന്നത്തെ കാലത്ത് വിക്ടോറിയ ട്യൂഷൻ സെൻറ്റർ എന്നൊരു സ്ഥലമാണ്. ഇപ്പോൾ മിനി സിവിൽ സ്റ്റേഷനാണ് കുറ്റിപ്പുറത്ത്, ഗ്രാമപഞ്ചായത്തിൻ്റെ ഓഫീസ്. അങ്ങനെ വലിയൊരു കെട്ടിടങ്ങളായി. ഇവിടെ ഓർമ്മ ഉണ്ടാവും, ഈ സ്റ്റെപ്പൊക്കെ ഇങ്ങനെ കയറി പോയിട്ട് ഇവിടെയൊക്കെ ആയിരുന്നു. കണ്ടോ, ഇവിടെ ഒന്നുമില്ല, ബാലൻസ് ഒക്കെ പോയി. വിക്ടോറിയ കോളേജ് ട്യൂഷൻ സെൻറ്ററൊക്കെ ഇവിടെ തന്നെ ആയിരുന്നു, ഈ പരിസരത്തായിരുന്നു. ഇവിടെ പാകം മാറി. ഓക്കെ, എല്ലാം മാറി. ലോങ്ങിൽ ആ കാണുന്ന ഒരു പഴയ കെട്ടിടം മാത്രമേ ഉള്ളൂ ഓർമ്മക്കായിട്ടുള്ളത്. ഇന്നും നെറ്റിപ്പട്ടം കെട്ടിയ കൊമ്പനാനെ പോലെ നിൽക്കുന്നത് ആ ഒരു പഴയ ബിൽഡിങ് തന്നെയാണ്. അതിൻ്റെ ബാക്ക് ഷോട്ടാണ് അടുത്ത കണ്ടത്. പിന്നെ ഫ്രണ്ട് ഷോട്ടാണ് കാണിക്കുന്നത്. നമ്മുടെ പഴയ കുറ്റിപ്പുറം എന്താ പറയുക, റെയിൽവേ ഗേറ്റ് റോഡ്. ഇത് പിന്നെ അന്ന കാലത്ത് ഉണ്ടായിരുന്ന നമ്മുടെ ഒരു വൈദ്യക്കാട് ഉണ്ടായിരുന്നു, KC വൈദ്യശാല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വൈദ്യർ. എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും, 90 കാലഘട്ടത്തിൽ പഠിച്ചു. അവിടെയൊക്കെ ഷട്ടറുള്ള കടയായി. അന്ന് നിരപ്പലകളുള്ള കാലമായിരുന്നു. കണ്ടോ, ആ പഴയ ബിൽഡിങ് തന്നെ ഇപ്പോൾ നൊസ്റ്റാൾജിക്കൽ ഫീലായിട്ടോടെ ഉള്ളൂ. പിന്നെ ഈ ബിൽഡിങ്ങുകളൊക്കെ മാറി. ഓക്കെ, ഇവരിപ്പോൾ എല്ലാവരും ഇത് കണ്ടിട്ടുണ്ടാവും കാശ്. അപ്പോൾ നമ്മൾ എന്താ പറയുക, ഇവിടെ എല്ലാവരും കണ്ടോ. അപ്പോൾ നമുക്ക് റെയിൽവേ ക്രോസ് കയറി നടക്കേണ്ട പാലൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്, ഫുട്പാത്ത്. ഇങ്ങനെ വന്നിട്ട് കണ്ടോ, ആകെ മാറ്റങ്ങൾ തന്നെയാണ്. ഈ ബിൽഡിങ്ങോട് ചേർന്നിട്ടായിരുന്നു കുറ്റിപ്പുറം മ്യൂസിക് ഡയറക്ടറും അതിലുപരി നല്ല കലാകാരനുമായ കുറ്റിപ്പുറത്തിൻ്റെ ഒരു അഭിമാനം തന്നെയായിരുന്ന പ്രിയപ്പെട്ട ഭാർഗവൻ മാഷയുടെ ഒരു കൈരളി തിയേറ്ററൊക്കെ എന്ന് പറയുന്ന ഒരു ക്ലബ്ബ് ഈ പരിസര പ്രദേശത്തായിരുന്നു ഉണ്ടായിരുന്നത്. കുറ്റിപ്പുറത്തുകാരൊക്കെ അറിയാം ഭാർഗവൻ മാഷെ. അദ്ദേഹം മ്യൂസിഷ്യനായിരുന്നു. കോഴിക്കോട് ബാങ്കിൽ നല്ല പോസ്റ്റിൽ ജോലി ചെയ്തിരുന്ന ഒരാളായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൈരളി തിയേറ്റർ എന്ന് പറയുന്ന ഒരു ക്ലബിനകത്ത് വന്നിട്ടാണ് ഇപ്പോൾ ഈ ഞാനൊക്കെ എന്താ പറയുക, ഡ്രംസും അതുപോലെ ഇൻസ്ട്രുമെൻസൊക്കെ വായിക്കാനൊക്കെ എൻ്റെ ആദ്യ താളങ്ങളൊക്കെ ഭാർഗവൻ മാഷ് പഠിപ്പിച്ച് നോക്കി. ഞാൻ ഇന്നും ഈ സ്ഥലം കാണുമ്പോൾ ഇങ്ങനെ ഓർക്കുകയാണ്. ഓക്കെ, കുറ്റിപ്പുറത്ത് ഒരുപാട് നമ്മുടെ റെയിൽവേ ഭാഗമാണ്, ഒരുപാട് പുരോഗതികൾ കണ്ടോ. അതൊക്കെ മതിൽ കെട്ടി ആളുകൾക്ക് ഇരിക്കാൻ വേണ്ടി മഴയും വെയിലും കൊള്ളാതിരിക്കാനുള്ള റൂഫുകളൊക്കെ പണിതുകൊണ്ടിരിക്കുന്നു. ഇനി ഒന്നും കാണിച്ചു സ്കൂളിലേക്കൊക്കെ പോകുന്ന സമയത്ത് ഈ കത്തൊന്ന് പോസ്റ്റ് ചെയ്യുമെന്ന് പറയുമ്പോൾ നമ്മൾ കത്ത് പോസ്റ്റ് ചെയ്തിരുന്ന ആ പോസ്റ്റ് ഓഫീസും പരിസര പ്രദേശമൊക്കെയാണ്. പിന്നെ പഴയ ബിൽഡിംഗ് മാത്രമേ ഉള്ളൂ. പോസ്റ്റ് ഓഫീസ് എന്താ പറയുക, പോസ്റ്റ് ഓഫീസ് ഇപ്പോൾ ഇല്ല. വിക്ടോറിയ കോളേജിലേക്ക് പോകുന്ന മറ്റൊരു വഴിയാണിത്. കണ്ടോ, എല്ലാം കാട് പിടിച്ച് ഇതിലൂടെ നടന്നത് ഇപ്പോഴും ഇന്നും ഓർക്കുകയാണ്. വിക്ടോറിയ കോളേജിൻ്റെ പുറകിലൂടെ ഇങ്ങനെ കടന്നു വന്നാൽ റെയിൽവേ സ്റ്റേഷൻ വഴി നടന്നു വരാനുള്ള സൗകര്യങ്ങളൊക്കെ. അപ്പോൾ പഠിക്കുന്ന കുട്ടികളോടും ഒക്കെ എന്താ പറയുക വെച്ചാൽ, നിങ്ങൾക്ക് കിട്ടുന്ന ഈ 10ആണെങ്കിലും 9ആണെങ്കിലും 10 എല്ലാ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളും വിദ്യാർത്ഥിനികളും ഹയർ സെക്കൻഡറി ഒക്കെ പഠിക്കുന്ന കുട്ടികളൊക്കെ പഠിക്കുന്ന കാലഘട്ടം ജീവിതത്തിൽ ഏറ്റവും നല്ല കാലഘട്ടമാണ്. ഇപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം, ഞങ്ങൾക്ക് ഏകദേശം ഒരു 10-30 വർഷം കൊണ്ട് പുറകിലേക്ക് പോകുന്നു പഠിപ്പൊക്കെ കഴിഞ്ഞുള്ള കാലഘട്ടത്തിലേക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് കറക്റ്റ് ഓരോ നഷ്ടബോധങ്ങൾ സംഭവിക്കുമ്പോൾ പിന്നീട് ദുഃഖിക്കരുത്. അപ്പോഴുള്ള സമയം സന്തോഷകരമായി സഹപാഠികളൊപ്പം സ്നേഹിച്ച് സന്തോഷത്തോടു കൂടി നല്ല രീതിയിൽ പഠിച്ച് മാതാപിതാക്കളുടെ അനുസരിച്ച് ഗുരുക്കന്മാരെ ബഹുമാനിച്ചുകൊണ്ട് തന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും. അപ്പോൾ നമുക്ക് ഒരുപാട് നല്ല ഓർമ്മകളുണ്ടാവും. ഇപ്പോഴും ഞങ്ങൾ പഠിച്ച കാലത്തുള്ള അധ്യാപകരൊക്കെ കാണുമ്പോൾ ഞങ്ങൾ വളരെ സന്തോഷത്തോടു കൂടി അവരെന്നും അഭിമാനത്തോടു കൂടി ഓർക്കുന്നു. എപ്പോഴും അവരെ കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഒരു സമയത്ത് ഇവിടെ റെയിൽവേ ട്രാക്കുള്ള സമയത്ത്, റെയിൽവേ ഗേറ്റുള്ള സമയത്ത്, സിഗ്നലുകളൊക്കെ നിൽക്കുന്ന സമയത്ത് കണ്ടോ, ഇഷ്ടംപോലെ ആർട്ടിസ്റ്റുകളെയും ഒരുപാട് അതുപോലെ തന്നെ മന്ത്രിമാർ, അങ്ങനെ VIP
ഇതൊക്കെ കാണുന്നത് പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു കൗതുകമായിരുന്നു. റെയിൽവേ ഗേറ്റ് 15 മിനിറ്റും 10 മിനിറ്റൊക്കെ അടച്ചിരുന്ന സമയത്ത്. പിന്നെ ഈ കാണുന്ന കട എന്ന് വെച്ചാൽ ഈ കടയിൽ കുഞ്ഞുട്ടിയാക്കാന്ന് പറഞ്ഞ ആളുണ്ടായിരുന്നു. പണ്ട് ഐസ് വെള്ളും അതുപോലെ കുട്ടികൾക്കുള്ള വേണ്ട പൂമ്പാറ്റിയും അതുപോലെ തന്നെ മാഗസിനും എന്താ പറയുക അങ്ങനെ സാധനങ്ങളൊക്കെ വിറ്റിരുന്ന ഒരാൾ കുഞ്ഞുട്ടിയാക്കയുടെ അനിയനാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ആ കട ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ്. ഓക്കെ, ഇവിടെയൊക്കെ പഴയ കെട്ടിടങ്ങളൊക്കെ കണ്ടോ 1848 ബിൽഡിംഗ് ആണ് എന്നിട്ട് കാണുന്നത്. മെൻഷൻ ഞങ്ങൾക്ക് നോക്കി എനിക്ക് ഇതിൽ കാണുന്നത്, പക്ഷേ ക്യാമറ കണ്ണിൽ കാണുന്നത് 1848 കേട്ടോ. അപ്പോഴാണ് കണ്ടോ വാസുദേവ എന്ന ബിൽഡിംഗ് തട കാണുന്നുണ്ടോ? ഓക്കെ, അതാണ്. ഇപ്പോൾ ചരിത്രമുറങ്ങുന്ന കുറ്റിപ്പുറത്ത് ഒരുപാട് ചരിത്ര സംഭവങ്ങളും കാര്യങ്ങളെല്ലാം പറയാനും കേൾക്കാനും അറിയാനൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഒരു ഫംഗ്ഷനുമായി ബന്ധപ്പെട്ട് വന്നതാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞാനൊന്ന് പള്ളിയിലേക്ക് വന്നപ്പോൾ എനിക്ക് തോന്നിയാണ് ഇത്രയും വീഡിയോ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന്. കുറ്റിപ്പുറത്തിന് ഇഷ്ടപ്പെടുന്നവർ അല്ലെങ്കിൽ പഴയ നൊസ്റ്റാൾജിക്കൽ ഫീൽ കാണുന്നവരും കേൾക്കുന്നവരും ഇതിഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. വളരെ സ്നേഹത്തോടു കൂടി നിങ്ങളുടെ സ്വന്തം ഇടവേള റാഫി. ഇടവേള റാഫി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടോ എന്ന് എനിക്കറിഞ്ഞൂടാ. ഇഷ്ടപ്പെട്ടെങ്കിൽ ആളി നിങ്ങൾ മെൻഷൻ ചെയ്യണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടു തന്നെ പറയണം. അപ്പോൾ നമ്മുടെ ഈ വീഡിയോൻ്റെ കണ്ടൻറ്റ് എന്ന് പറയുന്നത് കലാകൃഷി യാത്ര എന്നാണ്. ഓക്കെ, ഞാൻ യാത്രയിൽ കാണുന്ന കൗതുക കാഴ്ചകൾ, കല, അതുപോലെ ഗസ്റ്റുകൾ, എപ്പോഴെങ്കിലും ഉള്ള പാചകം കേട്ടോ. ഒപ്പം ഈ ചെറിയ വാചകവും നിങ്ങൾക്കുണ്ടാവും. താങ്ക് യു, ബൈ.